കാത്തിരിക്കുന്നവളെ ഒരുപാട് പാടുപെട്ടാണ് നന്ദൻ താഴേക്ക് കൊണ്ടുവന്നത്. അമ്മയുടെയും അനുഗ്രഹം വാങ്ങി വാതിൽ തുറന്നിറങ്ങുമ്പോൾ ശബ്ദമുണ്ടാകാതിരിക്കാൻ അവർ ശ്രദ്ധിച്ചിരുന്നു. റോഡിനരികിൽ ശ്രീ കാർ ഒതുക്കിയിരിക്കുന്നത് നന്ദൻ കണ്ടു. ഒന്നുകൂടി അമ്മയോടും അച്ഛനോടും യാത്ര പറഞ്ഞവൾ ഇറങ്ങി. പുറകിൽ അവളുടെ ബാഗുമായി നന്ദനും. സ്വന്തം മകളുടെ കല്യാണം പോലും നേരിൽ കാണാനുള്ള ഭാഗ്യം നഷ്ടപ്പെട്ട മാതാപിതാക്കൾ ആ വാതിൽക്കൽ അവളുടെ പോക്ക് നോക്കി നിന്നു. രണ്ടാളുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഞാനും കൂടെ പോട്ടെ ആശേ, അവരുടെ കൂടെ. എനിക്ക് അവളെ കൈപിടിച്ചേൽപ്പിക്കണം. ഭർത്താവ് പറയുന്നത് കേൾക്കെ ആശ കരച്ചിലിനിടയിലും ചിരിച്ചു തലയാട്ടി. കൃഷ്ണൻ വേറൊന്നും ആലോചിക്കാതെ മുറിയിൽ പോയി വേഗം തന്നെ ഒരുങ്ങി വന്നു. തൻ്റെ ആക്റ്റീവയും എടുത്ത് അമ്പലത്തിലേക്ക് വിട്ടിരുന്നു. കാറിൽ അനുവിൻ്റെ തോളിലേക്ക് ചാഞ്ഞ് കണ്ണുകളടച്ച് കിടക്കുകയാണ് ഗൗരി. ഒരു തിരമാല തന്നെ അവളുടെ ഹൃദയത്തിൽ ആഞ്ഞടിക്കുന്നുണ്ടെങ്കിലും പുറമേ ശാന്തമായി അവൾ നിന്നു. പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് അവൾക്കറിയാം. ഇതുവരെ എല്ലാവരെയും അനുസരിച്ച് ജീവിച്ചവൾക്ക് ഇതും അനുസരിക്കാതെ നിവൃത്തിയില്ല. എല്ലാം വിധിയാണ്. പക്ഷേ ഈ വിധി എഴുതുന്നതും തൻ്റെ ഏട്ടനും കൂടി ചേർന്നാണ്. അങ്ങനെയുള്ളപ്പോൾ ഏട്ടൻ്റെ തീരുമാനം ഒരിക്കലും തെറ്റില്ല എന്നവൾ വിശ്വസിച്ചു. അവർ നേരെ ചെന്നത് അമ്പലത്തിലേക്കാണ്. ചെറുതായി മയങ്ങിയവളെ എഴുന്നേൽപ്പിച്ച് മുഖമൊക്കെ തുടച്ചു കൊടുത്തു അനു. കൂടെ വാക്കുകളാൽ അവൾക്ക് ആശ്വാസം പകർന്നു നൽകുമ്പോൾ എല്ലാം കേട്ടിരുന്നതേ ഉള്ളൂ ഗൗരി. മണി കഴിഞ്ഞിരുന്നു. ആദ്യം ശ്രീയും നന്ദനും ഇറങ്ങിപ്പോയി. അരമണിക്കൂർ കഴിഞ്ഞാണ് അവർ തിരിച്ചു വന്നത്. അവരുടെ കൂടെ അച്ഛനെയും കാണെ ഗൗരിയുടെ മുഖമൊന്ന് തെളിഞ്ഞു. ഇതുവരെ തോന്നാത്തൊരാശ്വാസം അവൾക്ക് തോന്നി. അവിടെ എല്ലാം ഓക്കെയാ, ഇനി പൂജാരി വരാൻ ബാക്കിയുണ്ട്. ഒരു 10 മിനിറ്റ്, അതിനുള്ളിൽ എല്ലാം ശരിയാവും. ശ്രീ അനുവിനോട് പറയുന്നത് ഗൗരി കേട്ടു. അവൾക്ക് വല്ലാത്ത വെപ്രാളം തോന്നി. നടക്കാൻ പോകുന്നത് തൻ്റെ കല്യാണമെന്നോർക്കെ അവളുടെ ഉടലാകെ ഒന്ന് വിറച്ചുപോയി. ഇതുവരെ നേരിലറിയാത്ത ഒരാളുടെ താലി ഏറ്റുവാങ്ങുക എന്നുള്ളത് അവൾക്കത്ര വലിയ കാര്യമായി തോന്നിയില്ല. അനുവും അതുപോലെയായിരുന്നല്ലോ. പക്ഷേ അവൻ്റെ സംസാരവും പെരുമാറ്റവും ഒക്കെ ഓർക്കുമ്പോൾ ചെറിയ തോതിൽ ഭയം അവൾക്ക് തോന്നിത്തുടങ്ങി. സംസാരിക്കുന്നതും കൂടെ വേറെ ആരോ വരുന്നതും വിശേഷം തിരക്കുന്നതും എല്ലാം ഗൗരി അറിയുന്നുണ്ട്. എന്നാൽ അവളുടെ മനസ്സ് നൂലുവിട്ട പട്ടം പോലെ പല ദിശയിലേക്കും പാറി നടന്നുകൊണ്ടിരുന്നു. തറവാട്ടിലേക്കും മുത്തശ്ശിയിലേക്കും അമ്മയിലേക്കും തൻ്റെ മുറിയിലേക്കും അമ്പലത്തിലേക്കും ഒടുവിൽ ഹരിയിലേക്കും അവളുടെ ചിന്തകൾ പാറി നടന്നു. ഗൗരി വാ, സമയമായി. ഡോറ് തുറന്നുകൊണ്ട് നന്ദൻ വിളിക്കെ അവൾ ഒരു ഞെട്ടലോടെ അവനെ നോക്കി. പിന്നെ അനുവിൻ്റെ കൈ വിടിവിച്ച് ഇറങ്ങി. പേടിയുണ്ടോ മോളെ? തോളിലൂടെ അവളെ ചേർത്ത് നിർത്തി അവൻ ചോദിക്കെ വെറുതെ ഇല്ലെന്ന് തലയാട്ടിയവൾ. ഇപ്പുറം അച്ഛൻ വന്നു നിന്നതും അവർ മൂന്നാളും കൂടി പടികൾ കയറി അമ്പലത്തിലേക്ക് നടന്നു. കണ്ണടച്ചു പ്രാർത്ഥിച്ചോ? മുന്നിലേക്ക് കണ്ണു കാണിച്ച് അനു പറഞ്ഞതും അനുസരണയോടെ ഗൗരി കൈകൂപ്പി കണ്ണുകൾ ഇറുക്കി അടച്ചു. പ്രത്യേകിച്ച് ഒന്നും ചോദിച്ചില്ല അവൾ. ഇനിയെങ്കിലും കുറച്ച് സമാധാനം നൽകണം എന്നല്ലാതെ. ദേ ഹരി വന്നു. ആരുടെയോ ശബ്ദം കാതിലേക്ക് പതിഞ്ഞതും കണ്ണുകൾ വലിച്ചു തുറന്ന് തിരിഞ്ഞു നോക്കിപ്പോയി ഗൗരി. ഒരു നിമിഷം അവളുടെ നെഞ്ചിടിപ്പ് പോലും നിലച്ചുപോയി. കസവിൻ്റെ ഷർട്ടും ഗോൾഡൻ കരയുള്ള മുണ്ടുമെടുത്ത് നെറ്റിയിൽ ചന്ദനം ചാർത്തി വെട്ടിയൊതുക്കിയ താടിയും മുടിയുമായി നേർത്ത ചിരിയോടെ വരുന്നവൻ്റെ നോട്ടവും അവളിൽ തന്നെയായിരുന്നു. വല്ലാത്തൊരു തിളക്കമുണ്ടായിരുന്നു അവൻ്റെ കണ്ണിൽ. അവ ചെന്നു പതിച്ചത് ഗൗരിയുടെ നെഞ്ചിലായിരുന്നു. കണ്ണെടുക്കാതെ അവനെ മാത്രം നോക്കി നിന്നു പോയവൾ. ആദ്യമായി കാണുന്നത് പോലെ ആ പ്രണയം നിറഞ്ഞ കണ്ണുകളിലേക്ക് മാത്രം നോട്ടമെയ്തു കുറച്ചു നിമിഷം. അവളുടെ നോട്ടവും കണ്ണുകളിലെ പിടപ്പും കാണെ ഹരിയുടെ നെഞ്ചും ആർദ്രമായി. വർഷങ്ങളായി കാത്തിരുന്ന നിമിഷം, സ്വപ്നത്തിൽ നിറഞ്ഞു നിന്നിരുന്ന ആ മുഹൂർത്തം. തൻ്റെ പ്രണയത്തെ സ്വന്തമാക്കുന്നത് ഒട്ടും വിശ്വസിക്കാനായില്ല ഹരിക്ക്. സ്വപ്നം പോലെ തോന്നിയവന്, ഒരിക്കലും ഉണരാനാഗ്രഹിക്കാത്ത സ്വപ്നം. ചെറുചിരി എല്ലാവർക്കും സമ്മാനിച്ചുകൊണ്ട് അവൻ ഗൗരിയുടെ അടുത്തായി നിന്നു. ക്ഷമിക്കണം, പ്രസിഡന്റിനോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി സമയം പോയതറിഞ്ഞില്ല. ക്ഷമാപണം പോലെ എല്ലാവരെയും നോക്കി പറഞ്ഞവൻ അവസാനം ഗൗരിയെ തലചരിച്ചു നോക്കി. പൊടുന്നനെ ഗൗരി നോട്ടം മാറ്റി. ഗൗരി. അവളെ തേടി അവൻ്റെ വിളിയെത്തിയതും ഉടലാകെ മഞ്ഞുമഴ പെയ്യുന്നത് ഗൗരി അറിഞ്ഞു. നീ ഓക്കെ അല്ലേ? ഒരു പ്രശ്നവുമില്ലല്ലോ? ആർദ്രമായി ചോദിക്കുന്നവൻ. അവൾ കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി. 2 ദിവസം മുൻപ് വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തിയവനാണ്. ചോദിക്കുന്നതോർക്കെ അവൾക്ക് ചിരി വന്നുപോയി. ചെറുതായി അവളുടെ മുഖമൊന്ന് വിരിഞ്ഞതും ഹരി തലവെട്ടിച്ചൊന്ന് കണ്ണുകൾ ഇറുക്കി അടച്ചു. അവളുടെ മനസ്സിൽ എന്താകുമെന്ന് അവന് മനസ്സിലാക്കാൻ എളുപ്പമായിരുന്നു. പക്ഷെ അതും പറഞ്ഞ് അവളെ വിട്ടുകളയാൻ അവനൊരുക്കമല്ല. മനസ്സിൽ നുറഞ്ഞു പൊന്തിയ സന്തോഷത്തെ അടക്കിയവൻ മുന്നിലേക്ക് നോക്കി കൈകൂപ്പി നിന്നു. താലി കെട്ടിക്കൊള്ളുക. പൂജിച്ച് താലി ഹരിക്ക് നേരെ നീട്ടിക്കൊണ്ട് പൂജാരി പറയെ അവൻ്റെ നോട്ടം ആദ്യം പതിച്ചത് അവനിൽ മാത്രം നോട്ടമെയ്ത് നിൽക്കുന്നവളിലാണ്. ആ കണ്ണുകളിൽ പ്രത്യേകിച്ച് ഭാവമൊന്നുമില്ലെന്ന് ഹരിക്ക് തോന്നി.
മുന്നിലേക്ക് ഒന്നുകൂടി നോക്കി തൊഴുതുകൊണ്ട് താലി കയ്യിലേക്കെടുത്തവൻ അവളിലേക്ക് ചെരിഞ്ഞു നിന്നതും കൈകൾ കൂപ്പി കണ്ണുകൾ ഇറുക്കി അടച്ചു ഗൗരി. നെഞ്ചിപ്പോൾ പൊട്ടിപ്പോകുമോ എന്നവൾ ഒരു നിമിഷം ഭയന്നുപോയി. വിറയ്ക്കുന്ന കൈകൾ മുറുക്കത്തോടെ പിടിച്ചവൾ അവളുടെ കഴുത്തിലേക്ക് താലി ചാർത്തുമ്പോൾ സന്തോഷം കൊണ്ട് ഹരിയുടെ കണ്ണുകൾ കലങ്ങി. മൂന്നാമത്തെ കെട്ടും മുറുക്കിയവൻ ഒരു നുള്ളു സിന്ദൂരം കൊണ്ട് അവളുടെ നെറ്റിയിൽ പ്രണയ ചുവപ്പ് പടർത്തി. അവന്റെ സ്പർശനം നെറ്റിയിൽ പതിഞ്ഞ നിമിഷം കണ്ണുകൾ ഉയർത്തി ഗൗരി അവനെ നോക്കി. കലങ്ങിയ കണ്ണും പുഞ്ചിരി തൂകുന്ന ചുണ്ടുകളും കാണെ എന്തിനോ അവളുടെ മിഴികളും നിറഞ്ഞു. കുറച്ചു നിമിഷം അവളുടെ കണ്ണുകളിലേക്ക് മാത്രം നോക്കിയവൻ മെല്ലെ താഴ്ന്ന് അവളുടെ നെറ്റിയിലൊന്ന് ചുണ്ടു പതിപ്പിച്ചതും ഗൗരിയുടെ ഉടലാകെ ഒന്ന് വിറച്ചു. അവന്റെ നീശത്തുമ്പ് പടഞ്ഞിടം വേദനയോ ഇക്ലിയോ അങ്ങനെ എന്തോ ഹൃദയത്തിൽ ആഴ്ന്നു പോയത് ഗൗരി അറിഞ്ഞു. വർഷങ്ങളോളം മനസ്സിൽ പൊതിഞ്ഞു വെച്ച കടലോളം പ്രണയം ആ ഒരൊറ്റ ചുംബനത്തിൽ അവളിലേക്ക് പകുത്തു നൽകുമ്പോൾ ഹരിയുടെ ഹൃദയം ആർദ്രമായി. മനസ്സാലെ ഉറപ്പിച്ചു. അച്ഛൻ കന്യാദാനം നടത്തുക. പൂജാരിയുടെ ശബ്ദത്തിൽ രണ്ടാളും ഒന്നു ഞെട്ടി. അതുവരെ സ്വപ്നലോകത്തിലായിരുന്നവർ പിടച്ചിലൂടെ നോട്ടം മാറ്റി കണ്ണുകൾ ഇറുക്കി അടച്ചു പ്രാർത്ഥിച്ചു. ഹരിയും ഒരു നിമിഷം മനസ്സാലെ ഈശ്വരന്മാരോട് നന്ദി പറഞ്ഞു. കൃഷ്ണൻ സന്തോഷത്തോടെയാണ് ഹരിയുടെ കൈയിലേക്ക് അവളുടെ കൈ ചേർത്ത് വെച്ചത്. എന്നെക്കാളും നന്നായി നീ അവളെ നോക്കുമെന്ന് എനിക്കറിയാം. എല്ലാത്തിനും നന്ദി മോനെ. തെളിഞ്ഞ ചിരിയോടെ തന്നെയാണ് കൃഷ്ണൻ പറഞ്ഞത്. അതിനുത്തരമായി ഹരിയുടെ കൈ ഗൗരിയുടെ കയ്യിൽ മുറുകി. കമ്മിറ്റി ഓഫീസിൽ ചെന്ന് ഒപ്പിട്ട് അവർ നേരെ ചെന്നത് രജിസ്റ്റർ ഓഫീസിലേക്കാണ്. നന്ദനും കൂടെ അജയും എല്ലാം പറഞ്ഞ് ഏർപ്പാടാക്കിയിരുന്നത് കൊണ്ട് കുറച്ചു സമയം കാത്തിരുന്നായാലും എളുപ്പം തന്നെ അവിടുത്തെ ജോലി കഴിഞ്ഞു. നന്ദനും അജയുമാണ് സാക്ഷിയായി നിന്നത്. ഒന്നിച്ചു നിന്ന് ഒരു കുറച്ച് ഫോട്ടോയും എടുത്ത് അവിടുന്ന് ഇറങ്ങുമ്പോൾ സമയം 11 അടുത്തിരുന്നു. ശ്രീയുടെ കാറിൽ തന്നെയാണ് അവർ ഹരിയുടെ വീട്ടിലേക്ക് തിരിച്ചത്. അമ്മയോടൊന്നും അറിയിക്കാതെയുള്ള ഈ ചടങ്ങിൽ ഹരിക്ക് ചെറുതായി വിഷമമുണ്ടെങ്കിലും എല്ലാം മംഗളമായി നടക്കാൻ ഇതുതന്നെയാണ് നല്ലതെന്ന് അവന് മുമ്പേ തോന്നിയിരുന്നു. കൃഷ്ണൻ നേരെ വീട്ടിലേക്ക് തിരിച്ചു. നന്ദൻ അവരുടെ കൂടെ തന്നെ ഹരിയുടെ വീട്ടിലേക്കും. മുഷിഞ്ഞ തുണിയെല്ലാം അലക്കി പിന്നാമ്പുറത്തെ അയലിൽ പിരിച്ച് ബക്കറ്റിലുള്ള വെള്ളം കൊണ്ട് കാല് കഴുകി മുന്നിലേക്ക് നടക്കുമ്പോഴാണ് മുറ്റത്തേക്ക് കയറി വരുന്ന കാറ് സുജാത കാണുന്നത്. ഇടുപ്പിലേക്ക് ഉയർത്തി വെച്ച നൈറ്റി താഴ്ത്തി സംശയത്തോടെ നോക്കുമ്പോൾ ആദ്യം അവരുടെ കണ്ണിൽപ്പെട്ടത് ഡ്രൈവിംഗ് സീറ്റിലിരുന്ന ശ്രീയെ തന്നെയാണ്. അവനെ അറിയാവുന്നതുകൊണ്ട് അവരുടെ മുഖത്ത് പുഞ്ചിരി നിറഞ്ഞു. ആഹാ, മോനാണോ? ഹരി അന്വേഷിച്ചു വന്നതാവും അല്ലേ? ശ്രീയെ നോക്കി ചിരിയോടെ ചോദിച്ചവർ. അപ്പോഴേക്കും ഇപ്പുറത്തെ ഡോറ് തുറന്ന് അനുവും ഇറങ്ങി. കൂടെ 2 ബൈക്കിൽ അജയും ബിബിയും കൂടെ നന്ദനും മുറ്റത്തേക്ക് കയറിയതും സുജാതയുടെ മുഖമൊന്ന് ചുളിഞ്ഞു. എല്ലാവരും ഉണ്ടല്ലോ, അവനെവിടെ? രാവിലെ ഞാൻ എണ്ണീക്കുന്നതിന് മുമ്പ് വന്നതാണല്ലോ, നിങ്ങളുടെ അടുത്തേക്ക് വന്നില്ലേ? സുജാതയുടെ ശബ്ദത്തിൽ ചെറുതായി വിറയൽ പടർന്നു. അവൻ ഞങ്ങളുടെ കൂടെ ഉണ്ടമ്മേ. ബിബി പുറകിലെ ഡോറ് തുറന്നുകൊണ്ട് പറയേ സുജാതയുടെ നോട്ടം മെല്ലെ കാറിലേക്ക് നീണ്ടു. കല്യാണ വേഷത്തിൽ കയ്യിൽ തുളസിക്കതിരിന്റെ മാലയുമായി നിൽക്കുന്നവനെ കാണെ സുജാത പകച്ചുപോയി. കാണുന്നത് സ്വപ്നമാണോ എന്നവർ സംശയിക്കുമ്പോൾ ഇപ്പുറത്തെ ഡോർ തുറന്ന് ഗൗരി ഇറങ്ങിയിരുന്നു. അമ്മേ, ഇത് ഗൗരി. ഹരി സ്നേഹിച്ചിരുന്ന പെണ്ണ. അവളുടെ വീട്ടിൽ ചില പ്രശ്നങ്ങൾ, അതാ പെട്ടെന്നിങ്ങനെ. അജയ്യാണ് പറഞ്ഞത്. സുജാതയൊന്നും പറയാതെ മകനെ തന്നെ നോക്കിയിരുന്നു പോയി. അവൻ ഗൗരിയുടെ അടുക്കലേക്ക് ചെന്ന് അവളെയും തന്നോട് ചേർത്ത് നിർത്തി അമ്മയുടെ മുന്നിലായി നിന്നു. എന്താ ഹരി ഇത്? അവരുടെ ശബ്ദം ചെറുതായി കടുത്തു. അമ്മേ, അജയ് പറഞ്ഞില്ലേ, ഇവളുടെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എല്ലാം കൂടി നമ്മുടെ കൈ നിൽക്കില്ല. അവസാനം ഇവളെ നഷ്ടമാകുമെന്ന അവസ്ഥ വന്നപ്പോഴാണ് ഞാൻ. ഹരിയുടെ ശബ്ദം നേർത്തുപോയി. കടലെടുക്കുമോ എന്നൊരു ചെറിയ ഭയം അവൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അതിനാണോ നീ ഇവളെ വിളിച്ചിറക്കി ഒരു താലിയും കെട്ടിക്കൊണ്ട് വന്നത്? വിളിച്ചിറക്കിക്കൊണ്ട് വന്നതൊന്നും അല്ലമ്മേ. ഞാൻ എല്ലാം പറയാം. ആദ്യം ഞങ്ങളൊന്ന് അകത്തേക്ക് കയറട്ടെ. അമ്മയുടെ രൂക്ഷമായ നോട്ടം കണ്ടില്ലെന്ന് നടിച്ച് ഹരി. നിന്റെ വെളിവൊക്കെ പോയോ ഹരി? എന്തൊക്കെയാ നീ ചെയ്തു കൂട്ടുന്നത്? വല്ല ബോധവും ഉണ്ടോ? തല്ലും പിടിയും കാരണം മനുഷ്യന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാ. അപ്പോഴവൻ്റെ കല്യാണവും. ദേഷ്യത്തിൻ്റെ വല്ലാത്ത അവസ്ഥയിലായിരുന്നു സുജാത. ഇതിൻ്റെ പുറകിൽ വരാൻ പോകുന്ന പുകിലോർക്കെ അവർക്കും പേടി തോന്നി. നിങ്ങളൊക്കെ ഇവൻ്റെ ബുദ്ധിയില്ലായ്മയ്ക്ക് കൂട്ടുകുന്നോ ബിബി? ഇതിൻ്റെ പുറകിൽ ഇനി എന്തൊക്കെ ഉണ്ടാകും ദൈവത്തിനറിയാം. ഈ കൊച്ചു വീട്ടിലില്ലെന്നറിഞ്ഞാൽ വീട്ടുകാർ ആദ്യം ചെന്ന് കേസ് കൊടുക്കും ഹരി. അതൊക്കെ നീ ചിന്തിച്ചോ? അതുപോട്ടെ, കൊച്ചിൻ്റെ അച്ഛനെയും അമ്മയുടെ അവസ്ഥ നീ ഓർത്തോ? അവരെത്ര സ്വപ്നത്തോടെയാണ് അവളെ വളർത്തി ഇതുവരെയാക്കിയത്. അവരുടെ കണ്ണുനീരിന് നീ എങ്ങനെ പകരം വീട്ടും? അമ്മയൊന്ന് നിർത്ത്. ഹരിയുടെ ശബ്ദമുയർന്നതും അതുവരെ ഹരിയിൽ നോട്ടമേതു നിരുന്നവൾ ഒന്ന് ഞെട്ടി. ഞാൻ ഇവളെ ബലം കാട്ടി പിടിച്ചിറക്കി വന്നതൊന്നുമല്ല. ഇവൾ എൻ്റെ കൂടെ ഇറങ്ങി വന്നതുമല്ല.
ശരിയാണ്, ഇവളുടെ വീട്ടിൽ പോയി ഞാൻ 2 വർത്താനം പറഞ്ഞിരുന്നു. പക്ഷേ കല്യാണം അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും സമ്മതത്തോടെ തന്നെയാണ്. ദേ, ഇവളുടെ അച്ഛനാണ് എനിക്ക് മോളെ കൈപിടിച്ചു തന്നത്. ഇനിയും സംശയം ഉണ്ടെങ്കിൽ ഇവരോടൊക്കെ ചോദിക്കുക. ഗൗരിയെ ചേർത്ത് നിർത്തി ഹരി പറഞ്ഞു. സുജാത സംശയത്തോടെ എല്ലാവരെയും നോക്കി. അതെ, ഹരി പറഞ്ഞത് ശരിയാണ്. അച്ഛൻ്റെയും അമ്മയുടെയും സമ്മതത്തോടെ തന്നെയാണ് ഈ കല്യാണം. ഞാൻ അവളുടെ ഏട്ടനാണ്. നന്ദൻ മുന്നിലേക്ക് കയറിക്കൊണ്ട് പറഞ്ഞു. പറയാൻ ഒരുപാടുണ്ടമ്മേ, എല്ലാം പറയാം. ആദ്യം അവർ അകത്തേക്ക് കയറട്ടെ. അമ്മ പൂർണ്ണ സമ്മതത്തോടെ അവളെ അനുഗ്രഹിക്കണം. മുസ്തുവും പറയെ സുജാത ഗൗരിയെ ഒന്ന് നോക്കി വേഗം അകത്തേക്ക് നടന്നു. അവരുടെ കൂടെ അനുവും അകത്തേക്ക് കയറി. ഹരി ദീർഘമായി നിശ്വസിച്ച് തലയൊന്ന് കുഴഞ്ഞു. ഞാൻ ഇതിലും കൂടുതൽ അമ്മയെടുത്ത് നിന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഇത് കുറഞ്ഞുപോയി അല്ലേ അളിയ? അജയ് തിണ്ണയിലേക്ക് ഇരുന്നു കൊണ്ട് പറഞ്ഞു. അതെ, ഇവൻ കറക്റ്റ് സമയത്ത് അമ്മയെ നിർത്തിച്ചത് നന്നായി. ഇല്ലെങ്കിൽ പറഞ്ഞ് വേറെ എവിടെയെങ്കിലും എത്തിയേനെ. അവസാനം എല്ലാവരെയും നാണം കെടുത്തിയേനെ. ബിബിയും അവനെ പിന്താങ്ങി. അവരുടെ സംസാരമൊക്കെ ഹരിയോട് ചേർന്ന് നിന്ന് കേൾക്കുമ്പോൾ ഗൗരിക്ക് ഭയമോ അപരിചിതത്വമോ തോന്നിയില്ല എന്നത് അവൾക്ക് തന്നെ അത്ഭുതം തോന്നി. അതിനിടയിൽ ആ വീടും ചുറ്റുപാടും ഒക്കെയൊന്ന് കണ്ണോടിച്ചവൾ. ആ വലിയ തറവാട്ടിനേക്കാളും ഭംഗിയും സമാധാനവും അവിടെയുണ്ടെന്ന് തോന്നിപ്പോയി. സുജാത നിലവിളക്കുമായി വന്നതും ഹരി ചിരിയോടെ ഗൗരിയെ നോക്കി. പെണ്ണ് അമ്മയെ തന്നെ നോക്കി നിൽക്കുകയാണ്. അമ്മയുടെ കണ്ണും അവളിൽ തന്നെ. സുജാത കണ്ണുകൾ അടച്ചു പ്രാർത്ഥിച്ച് വിളക്ക് നീട്ടിയതും ഹരിയെ ഒന്ന് നോക്കി വിളക്ക് വാങ്ങിയവൾ വലതുകാൽ വെച്ച് അകത്തേക്ക് കയറി. ആ നിമിഷം ഹരിയും മനസ്സറിഞ്ഞു പ്രാർത്ഥിച്ചു. പൂജാമുറിയിൽ വിളക്ക് വെച്ച് കൈകൂപ്പുമ്പോൾ പുറകിൽ ഹരിയുണ്ടെന്ന് ഗൗരിക്ക് മനസ്സിലായി. തിരിഞ്ഞതും ഹരി വാതിലിൽ നിന്ന് മാറിക്കൊടുത്തു. അവനെ നോക്കാതെ അവൾ ഹാളിലേക്ക് നടന്നു. അവിടെ അകത്തളത്തിൽ അനുവും നന്ദനും ശ്രീയും അമ്മയോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്നത് അമ്മയെല്ലാം ശ്രദ്ധയോടെ കേട്ടിരിക്കുന്നതും ഒരു മൂലയിൽ നിന്ന് ഗൗരി നോക്കി. കുറച്ച് സമയമെടുത്തു അവരുടെ സംസാരം കഴിയാൻ. അതുവരെ ഹരി അജയോട് സംസാരിച്ച് മാറി നിൽക്കുകയായിരുന്നു. എല്ലാവരും ഇരിക്കെ, ഞാൻ കുടിക്കാനെടുക്കാം. ഗൗരിയെ ഒന്ന് നോക്കി ചിരിച്ചുകൊണ്ട് സുജാത അടുക്കളയിലേക്ക് നടന്നതും പുറകിൽ അനുവും നടന്നു. മോളും ചെല്ല്. നന്ദൻ ഗൗരിയോട് കണ്ണു കാണിച്ചതും അവൾ സ്ത്രീയോട് സംസാരിച്ചു നിൽക്കുന്ന ഹരിയെ ഒന്ന് നോക്കി നടന്നു. എന്തിനാണ് അവനെ ഇങ്ങനെ നോക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല. പക്ഷേ എത്ര കണ്ടാലും മതിവരാത്തതുപോലെ വീണ്ടും വീണ്ടും കണ്ണുകൾ അവനിലേക്ക് പായുന്നു. കണ്ണുകൾ പതിപ്പിക്കുമ്പോൾ നെഞ്ചിലൊരു പിടച്ചിൽ, സുഖമുള്ളൊരു പിടച്ചിൽ. അവളിൽ നേരത്തെ ചിരിയുണ്ടായിരുന്നു. അടുക്കളയിലേക്ക് നടക്കുമ്പോൾ മോളെ, സുജാതയുടെ വിളി കേട്ടതും അവൾ ഞെട്ടലോടെ തലയുയർത്തി. അവർ പറഞ്ഞപ്പോഴാണ് ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. ആദ്യം അവനെന്തോ വേലത്തരം കാണിച്ചെന്നാ ഞാൻ കരുതിയത്. പറയാൻ കഴിയില്ല. അവനിൽ നിന്ന് അത്രയ്ക്കൊക്കെ പ്രതീക്ഷിച്ചാൽ മതി മോളെ. അതാ ഞാൻ ആദ്യം. പക്ഷേ എല്ലാം അറിഞ്ഞപ്പോൾ അവൻ ചെയ്തത് തന്നെയാ ശരി. ഇനിയും അവിടെ കിടന്ന് നരയിക്കുന്നതിലും ഭേദം ഇത് നല്ല തീരുമാനമാണ്. ഇനി ഒന്നും വിഷമിക്കേണ്ട. ഇവിടുത്തെ മരുമകളല്ല, മകള് തന്നെയാ. അവളുടെ കവിളിൽ തഴുകി അവർ പറയെ ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞു. സുജാതയുടെയും കണ്ണുകൾ കലങ്ങി. അവളെക്കുറിച്ച് അറിഞ്ഞതു മുതൽ നെഞ്ചിലൊരു വേദനയും പെണ്ണിനോട് വല്ലാത്തൊരു വാത്സല്യവും തോന്നിയിരുന്നു സുജാതയ്ക്ക്. സ്ലാബിൽ ചാരി നോക്കി നിന്ന അനു മനസ്സ് നിറഞ്ഞു ചിരിച്ചു. കാര്യങ്ങളൊക്കെ മംഗളമായി നടന്നതിൻ്റെ സന്തോഷത്തിലും ആശ്വാസത്തിലുമാണ് നന്ദനും അനുവും ശ്രീയും ഒക്കെ അവിടെ നിന്ന് ഇറങ്ങിയത്. ഗൗരി അമ്മയുടെ കൂടെ മുറിയിലായതുകൊണ്ട് തന്നെ ഹരി കുറച്ചു നേരം തിണ്ണയിൽ കൂട്ടാളികളുടെ കൂടെയിരുന്നു. ഭാവി കാര്യങ്ങൾ തീരുമാനിക്കലായിരുന്നു അവരുടെ സംസാരം. പഴയതുപോലെ തല്ലും പിടിയുമായി ഇനിയും നടക്കാതെ ഭാര്യയെ നന്നായി നോക്കണം എന്നൊക്കെ ബിബിയും അജയും മുസ്തുവും ഉപദേശിക്കുമ്പോൾ ഹരി എല്ലാം കേട്ടിരുന്നതേ ഉള്ളൂ. അവൻ്റെ ഉള്ളിലും അങ്ങൊരു ചിന്ത കടന്നുപോയിരുന്നു. ഇനി എന്തിനും കൂടെ ഒരു പെണ്ണുണ്ട്. പണ്ടത്തെ പോലെ രാത്രി കുടിച്ചുള്ള വരവും പോക്കും ഒക്കെ ഇനി നടക്കില്ല. കൂടെ ചിലവും കൂടി. ഇതുവരെ പണിയെടുത്ത് അത് ചെലവാക്കിയ സമാധാനം കിട്ടും. അതിനിടയിൽ അമ്മയ്ക്കുള്ള പങ്ക് എപ്പോഴും കൊടുക്കും. കുറച്ചു പണം മാത്രമാണ് സമ്പാദ്യമായി വെച്ചിരുന്നത്. അതിപ്പോൾ താലിയും അവൾക്കുള്ള കുറച്ച് ഡ്രസ്സും അങ്ങനെ എങ്ങനെ പകുതിയും കാലിയായി. അതിൽ മിച്ചം വന്നതുകൊണ്ട് മുന്നോട്ട് ജീവിക്കാൻ കഴിയില്ല. പണിക്ക് പോയേ പറ്റൂ. ആലോചിച്ചുകൊണ്ടവൻ എഴുന്നേറ്റു. പോവാണോ ഹരി? ഞാൻ പറഞ്ഞതിന് നീയൊന്നും പറഞ്ഞില്ല. അജയ് അകത്തേക്ക് പോകുന്നവനെ നോക്കി ചോദിച്ചു. ഞാനൊന്ന് ആലോചിക്കട്ടെ. അത്രയും പണമൊക്കെ പെട്ടെന്ന് കിട്ടാൻ ഒരു വഴിയില്ലടാ. ഇനി വല്ല ലോണും എടുക്കണം. ഹരി വാതിൽക്കൽ നിന്നു. ഞാനും ലോൺ എടുത്ത് തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അല്ലാതെ എൻ്റെ കയ്യിലിടുന്ന ഇവിടുന്ന് എത്രയും. എന്തായാലും നീ അമ്മയോട് പറഞ്ഞ് നന്നായി ആലോചിക്കുക. എനിക്ക് തോന്നുന്നത് ഇതൊരു നല്ല കാര്യമാണെന്നാ. നമുക്ക് 4 ആൾക്കും ഒത്തു നിന്നാൽ സെറ്റാകാനുള്ള കാര്യമേ ഉള്ളൂ. പോരാത്തതിന് അവിടെ നല്ല കച്ചവടവും ഇല്ലേ? ബിബി പറഞ്ഞു. തന്നെയാ, പക്ഷേ അവർ എറണാകുളത്ത് വേറെ കട തുടങ്ങാൻ പോവാണെന്ന്. അതാ ഇത് വിൽക്കാൻ തീരുമാനിച്ചത്. അച്ഛൻ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അമ്മയെ ഇങ്ങനൊരു കാര്യം എടുത്തിട്ടത് കേട്ടപ്പോൾ അച്ഛനും അതിനെ പിന്താങ്ങി. കുറച്ച് കഷ്ടപ്പെട്ടിട്ടായാലും അതിനെ നമുക്ക് തന്നെ എടുക്കാം ഹരി. എന്തോ വിട്ടുകളയാൻ തോന്നുന്നില്ല.
അജയ്ക്ക് മറുപടി പറയാതെ ഹരി അകത്തേക്ക് കയറി. അജയുടെ അച്ഛൻ്റെ ഒരു കൂട്ടുകാരൻ്റെ സൂപ്പർ മാർക്കറ്റ് വിൽക്കുകയാണ്. ടൗണിൽ തന്നെയാണ് കട. ആകെയുള്ളൊരു സൂപ്പർ മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല കച്ചവടമാണ്. പക്ഷേ അവർ വേറെ പുതിയ കട എറണാകുളത്ത് തുടങ്ങുന്നത് കൊണ്ട് രണ്ടും കൂടി കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളപ്പോഴാണ് വിൽക്കാൻ തീരുമാനിച്ചത്. അത് അറിയിച്ചത് അജയുടെ അച്ഛനോടും. അപ്പോഴാണ് അവർ നാലാൾക്കും കൂടി അത് വാങ്ങിയാൽ എന്തായെന്ന് അജയുടെ അമ്മയുടെ ചോദ്യം. കാര്യം പറയാൻ ഡ്രൈവർ പണിയായി ഉണ്ടെങ്കിലും അത് സ്ഥിര വരുമാനമല്ലല്ലോ. പക്ഷേ ആ കട വാങ്ങി നാലാളും നടത്തിയാൽ അത് അവരുടെ ജീവിതത്തിൽ പുതിയ വഴിത്തിരിവാകുമെന്നാണ് ആ അമ്മ ആലോചിച്ചത്. പക്ഷേ പണമാണ് പ്രശ്നം. നല്ല രീതിയിൽ പോകുന്ന കടയായതുകൊണ്ട് തന്നെ വിലയും കുറച്ച് കൂടുതലാണ്. നാലാൾക്കും കൂട്ടിയാൽ കൂടില്ല. അതിൻ്റെ ടെൻഷനും അവർക്കുണ്ട്. ഷർട്ടിന്റെ മുകളിലെ 2 ബട്ടൺ അഴിച്ചുകൊണ്ട് നെഞ്ചു തടവി ഹരി മുറിയിലേക്ക് കയറിയതും അവിടെ നിൽക്കുന്നവളെ കണ്ട് അവനൊന്നു പകച്ചു. തിരിഞ്ഞു നിൽക്കുന്ന പെണ്ണിനെ കുറച്ചു നിമിഷം നോക്കി നിന്നവൻ അമ്മയുടെ അടുത്താവുമെന്ന് കരുതിയാണ് ഒന്നും ചിന്തിക്കാതെ കയറി വന്നത്. പക്ഷേ പെണ്ണു മുറിയാകെ നോക്കി നിൽപ്പാണ്. മുറിയിലൂടെ ഒന്ന് കണ്ണോടിച്ചു. രാവിലെ പോരുമ്പോൾ അഴിച്ചിട്ട ഷർട്ട് ബെഡിനോരത്ത് കാണെ അവന്റെ മുഖമൊന്ന് ചുളിഞ്ഞു. അമ്മ മുറിയിലേക്ക് കയറിയിട്ടില്ല എന്നവന് മനസ്സിലായി. വലിയ തടിയുടെ കട്ടിലും കുഞ്ഞു മേശയും അതിൽ കസേരയും മരത്തിന്റെ തന്നെ അലമാരയുമായി വലിയ മുറിയാണ്. ചുവരിൽ അവന്റെയും അമ്മയുടെയും കൂടെ ഒരു പെൺകുട്ടിയുടെയും ഫോട്ടോ ഫ്രെയിമുണ്ട്. കൂടെ അവർ 4 കൂട്ടുകാരുടേതും. അപ്പോൾ അവളുടെ ചുണ്ടിലൊരിളം പുഞ്ചിരി വിരിഞ്ഞു. അതേ ചിരിയോടെ തിരിഞ്ഞതും തന്നെ നോക്കി വാതിൽക്കൽ നിൽക്കുന്നവനെ കാണെ അവളൊന്ന് ഞെട്ടി. അതേ ഞെട്ടലോടെ പുറകോട്ടൊന്ന് ആഞ്ഞു പോയവൾ. ഹരി അവളെ നോക്കിയൊന്ന് ചിരിച്ചു മുന്നോട്ട് നടന്നതും ഗൗരി എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ നിന്ന് കുഴഞ്ഞുപോയി. വേഗം തന്നെ തല താഴ്ത്തി നിന്നവൾ ബെഡിനടുത്തേക്ക് നടന്ന് ബെഡിൽ കിടന്ന ഷർട്ട് മെല്ലെ എടുത്ത് ബിന്നിലേക്കിടുന്നത് അവൾ ഒളികണ്ണാലെ കണ്ടു. ഗൗരി. ഹരിയുടെ വിളി കേൾക്കെ ഗൗരി ഒന്ന് വിറച്ചുപോയി. ഒന്ന് തലയുയർത്തി നോക്കാൻ പോലും അവൾക്കായില്ല. കുറച്ച് ഡ്രസ്സൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. ദേ ഈ അലമാരയിലുണ്ട്. വേണ്ടത് നോക്കിയെടുത്തോ. തനിക്കുള്ള മുണ്ടും ഷർട്ടും എടുത്ത് ഹരി തിരിഞ്ഞു. മേശയുടെ അടുത്തായി അവളുടെ ബാഗ് അവൻ അപ്പോഴാണ് കണ്ടത്.